പ്രവേശിച്ചു. അവിടെ ഉള്ളപ്പോൾ കർത്താവിന്റെ ഒരു പ്രവൃത്തി അവിടെ ആരംഭിക്കുവാൻ തുടങ്ങി. ഫറവോ രാജാവിന്റെ 2 ദാസന്മാർക്ക് കർത്താവ് ഒരു സ്വപ്നം നൽകി. ആ കഥയിൽ നമുക്കറിയാം. അതിൽ ഈ കപ്പ് ബെയർ, പ്രധാന പാനപാത്രകാരൻ, ഈ യോസഫിനോടൊരു ഈ സ്വന്തം താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. യോസഫ് ആ വ്യക്തിയോട് ആ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു. ഒരു വാക്യം മാത്രം വായിക്കണം. 14-ാം വാക്യം, 40-ാം അധ്യായം 14-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. മതി. അപ്പൊ യോസഫ് ആദ്യത്തെ വ്യക്തി രാജാവിന്റെ പ്രധാന പാനപാത്രകാരനോട് പറയുന്നു, ഞാൻ നിന്റെ സ്വപ്നത്തിന് അർത്ഥം പറഞ്ഞു, എനിക്ക് പക്ഷെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് ശുഭമായ സമയം വരുമ്പോൾ എന്നെയും കൂടെ എന്നെ മറക്കരുത്, എന്നെ ഓർക്കണം. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് ഓർക്കണം. പക്ഷേ 41-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കണം. 2 സംവത്സരം കഴിഞ്ഞ എത്ര സംവത്സരം? 2 സംവത്സരം. 2 വർഷം കഴിഞ്ഞപ്പോഴാ സ്വർഗം ഓർത്തത്. സ്വർഗമേ ഓർത്തില്ല, പിന്നെ ഈ പാനപാത്രകാരൻ എങ്ങനെ ഓർത്തു? സ്വർഗത്തിന് യോസഫിനെ ഓർക്കാൻ എത്ര സമയം എടുത്തു? 2 വർഷം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫെറോവിന് കർത്താവ് 2 സ്വപ്നങ്ങൾ കൊടുത്തു. കഥ നമുക്കറിയാം, ഞാൻ സമയം എടുക്കുന്നില്ല. ഈ സ്വപ്നങ്ങളെല്ലാം പറയുമ്പോൾ അതിന് തെളിവായി 25-ാമത്തെ വാക്യം, 41-ാം അധ്യായം 25-ാം വാക്യം. അപ്പോൾ യോസേഫ് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തി. ആര് വെളിപ്പെടുത്തി കൊടുത്തു? അപ്പൊ ഫറവോന് സ്വപ്നം കൊടുത്ത ആരാ? ദൈവമാ. അപ്പം യോസേഫിനെ വിടുവിക്കുവാനുള്ള പദ്ധതി കർത്താവ് 2 വർഷം മുമ്പേ തുടങ്ങി. 2 വർഷം മുമ്പേ 2 പേർക്ക് സ്വപ്നം കൊടുത്തു. അതിൽ ഒരു വ്യക്തിയോട് പറഞ്ഞു, നിനക്ക് നല്ല ദിവസം വരുമോ, എന്നെയും കൂടെ ഓർക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ദിവസം വന്നു. 3-ാമത്തെ ദിവസം തന്നെ തിരിച്ചാ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ നല്ല ദിവസം ആരംഭിച്ചു. പക്ഷെ സ്വർഗത്തിൽ നിന്ന് റെഡിയായ ടൈമിംഗ് വന്നില്ല. 2 വർഷം എടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഫെബ്രുവരി 16-ാം തീയതി 2025. ഫെബ്രുവരി 16, 2023 ഈ രാജ്യത്ത് വന്നവരൊന്ന് കൈവരിത്താമോ? സെഫി സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ, ഇപ്പൊ കുറച്ച് പേരുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഈ 2 വർഷത്തിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പല പ്രയാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ചില ദിവസങ്ങൾ ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോയി. ചില ദിവസം കർത്താവേ എങ്ങനെയും ഈ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ യോസഫ് ഈ ജയിലിൽ കണ്ട് ചിന്തിക്കുക, കർത്താവേ ഒരുത്തന് ഞാൻ സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ആ വ്യക്തി പോയ പോക്ക എന്നെ മറന്നുപോയല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഈ വ്യക്തി ആ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രാജാവിന് സ്വപ്നം കണ്ട്, രാജാവ് ഫെറോ സ്വപ്നം കണ്ട് മാനസികമായിട്ട് വിഷമിച്ചപ്പോൾ ഈ പ്രധാന പാത്രകാരന് പെട്ടെന്ന് ഓർമ്മ വന്നു, സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്ന ഒരു വ്യക്തി ഈ രാജ്യത്തിലുണ്ട്. അപ്പൊ കർത്താവിന് ചില വിഷയങ്ങൾ പ്രവർത്തിക്കുവാൻ നിമിഷങ്ങൾ മതി. പക്ഷെ ചില വിഷയങ്ങൾ പ്രവർത്തിക്കുവാൻ സ്വർഗം സമയമെടുക്കും. എന്തുകൊണ്ട് സമയമെടുക്കുന്ന അറിയാമോ? അത് യോസഫിന് ഒരു ട്രെയിനിങ് പീരിയഡാണ്. യോസഫിന് 3 ദിവസം കഴിഞ്ഞ് ഉടനെ ആ ജയിലിൽ നിന്ന് ഇറക്കി പുറത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ താൻ ട്രെയിൻ ആകുകയില്ല. കർത്താവിനൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. പക്ഷെ തക്ക സമയമായപ്പോൾ രാജാവിന് കർത്താവ് ഒരു സ്വപ്നം കൊടുത്തു. ഈ പ്രധാന പാത്രകാരൻ ആ വ്യക്തി യോസഫിനെ ഓർത്തു. യോസഫിന് ഒരു തടസ്സം ഉണ്ടായില്ല. നല്ല വ്യക്തികൾ കഴിഞ്ഞ 2 വർഷം ഈ ജയിലിൽ വന്ന് അങ്ങോട്ട് മാറി നിൽക്കടാ, ഇങ്ങോട്ട് വന്ന് നിൽക്കടാ, ഈ ലൈൻ നിൽക്കടാ, നീ ലൈൻ നിന്നാലെ ഫുഡ് തരാമെന്നൊക്കെ ഓർഡർ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ വന്നേക്കുക. വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകാൻ യോസഫ് ഓരോ ദിവസം ഓർക്കും, ഇന്ന് അവരെന്നെ സ്നേഹത്തിൽ വന്ന് വിളിക്കും, കാരണം എന്റെ സമയം വന്നു, ഇന്ന് വന്നു, ഇന്ന് വരും എന്ന് 24 മാസത്തിന് ശേഷം ഒരു ദിവസം ഇവര് വന്നിട്ട് വളരെ സ്നേഹത്തോടെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി
ആക്കി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് രാജഫിറോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. സ്വർഗത്തിനൊരു സമയമുണ്ട്, സ്വർഗത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് ചില കാര്യങ്ങൾ നടത്തുവാൻ, നമുക്ക് ചില ഷാഡോസ് നൽകുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. നമ്മൾ അതിലങ്ങ് തൃപ്തിപ്പെടും. വന്നു ഇതാ ദൈവം പറഞ്ഞു. ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്ന, ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ചലഞ്ചസ് ഉണ്ടായിരിക്കാം, തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവം തന്നെ ആ പ്രശ്നങ്ങൾ മാറ്റി. ദൈവത്തിന് ആ പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾ മാറ്റുവാൻ ദൈവത്താൽ സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് നമ്മളെ എതിർത്ത് നിൽക്കുന്നു. പിശാച് പറയും, നീ പേടിക്കണ്ട, ഈ വർഷം തന്നെ നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ ദൈവത്തോട് പറയും, ദൈവമേ അങ്ങേക്കൊരു സമയമുണ്ട്. ഞാൻ അവിടുത്തെ ദാസൻ, ഞാൻ അവിടുത്തെ പൈതൽ, ഞാൻ അവിടുത്തെ കുഞ്ഞ്, ഞാൻ അവിടുത്തെ കണ്ണിന്റെ കൃഷ്ണമനെ. എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിക്കുവാൻ അങ്ങേക്കൊരു താല്പര്യവും അവിടുത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തക്ക സമയത്ത് എന്നെ ഉയർത്തുവാൻ ഞാൻ അന്ന് വരെ കർത്താവേ അങ്ങയോട് കീഴടങ്ങി നിൽക്കും, താഴ്മയോട് നിൽക്കും. അപ്പൊ പിശാച് സമയങ്ങളെ തെറ്റിക്കുവാൻ നമ്മളോട്, ഹലോ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഹലോ, ഒന്ന് രണ്ട് ടാബ്ലറ്റ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളെ വിഷയം എല്ലാവരും ഒന്ന് പറയാമോ? പിശാച് നമ്മളെ എതിർത്ത് നിൽക്കുമ്പോ പിശാച് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന സമയത്തിന് തെറ്റിച്ച് കളയുവാൻ. കർത്താവിനോട് പറയണം, എനിക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിനൊരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, വാതിൽ തുറക്കുവാൻ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുവാൻ, അടഞ്ഞു കിടക്കുന്ന ഫയലുകൾ തുറക്കുവാൻ, അടഞ്ഞു കിടക്കുന്ന ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് തുറക്കുവാൻ ദൈവമേ അങ്ങേക്ക് സാധിക്കും. ആ സമയം വരെ അങ്ങയുടെ ഹിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകണം. അപ്പൊ യുദ്ധകാലത്തിൽ പിശാചോട് നിൽക്കുമ്പോൾ പിശാച് പറയും, യെസ് യുവർ ടൈം ഈസ് കമ്മിങ്, ഇപ്പോൾ സംഭവിക്കും, അപ്പം സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ പിശാചോട് എതിർത്തിനോട് പറയണം, ഇല്ല, നീ പറയുന്ന പോലല്ല, എനിക്ക് ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിൽ എനിക്ക് ആ ഉയർച്ച മതി. നീ തരുന്ന ഉയർച്ച എനിക്ക് വേണ്ട, നീ തരുന്ന മാന്യത എനിക്ക് വേണ്ട, എനിക്ക് ദൈവം തരുന്ന ഉയർച്ച മതി, എനിക്ക് ദൈവം തരുന്ന മാന്യത മതി. എന്നെ ദൈവം ഉയർത്തുമ്പോൾ എല്ലാവരും കാണത്തക്ക രീതിയിൽ ദൈവം എന്നെ ഉയർത്തും, ദൈവം എന്നെ മാനിക്കും. ആ സമയം വരുന്നതുവരെ ഞാൻ ദൈവസന്നിധിയിൽ താഴ്മയോടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കോളർ പൊങ്ങാതെ, പ്രൗഡാകാതെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കും. ഓക്കെ, രണ്ടാമത്തത് 7-ാം വാക്യം വായിക്കണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടു. നമുക്ക് ഇന്നലെ കേട്ടതുപോലെ God knows everything. ദൈവം എല്ലാം അറിയുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന അവൻ എന്ന വാക്കിന് പകരം എല്ലാം അറിയുന്ന ദൈവം ഒന്ന് ഉപയോഗിച്ച് ആ വാക്യം അങ്ങനെ ഒന്ന് വായിക്കാൻ പറ്റുമോ സിസ്റ്റർ? എല്ലാം അറിയുന്ന ദൈവം നിങ്ങൾക്കായി, എല്ലാം അറിയുന്ന ദൈവം എനിക്കായി, നമുക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും, നിങ്ങളുടെ ചില ചിന്തകളല്ല സകല ചിന്തകളും കർത്താവിന്റെ കരങ്ങളിൽ ഇട്ടു. അപ്പൊ രണ്ടാമത്തത്, devil resists our trust on God. എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എന്റെ സകല ഭാരങ്ങളെ വഹിക്കുവാൻ ശക്തനായ ദൈവം, എന്റെ സകല ഭാരങ്ങളെ അറിയുന്ന ഈ ദൈവം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നോട് എതിർത്ത് നിൽക്കുന്ന ഈ ദുഷ്ടൻ ഒരു കാര്യം ചെയ്യും. നമ്മൾക്ക് ദൈവത്തിലുള്ള ഈ ആശ്രയത്തെ ചിലപ്പോൾ ഒന്ന് ചോദ്യം ചെയ്യും. സത്യത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമോ? നീ ഇവിടെ വന്നത് നിന്റെ പണത്തെ വന്നതുകൊണ്ടല്ലേ? അത് ദൈവം വരെ ചെയ്തതാണോ? ഇന്ന് ചില കൺഫ്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. വേറൊരു കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത്, പല സമയങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ നമ്മളെ സഹായിക്കുവാൻ ദൈവം ചില വ്യക്തികളെ ഉയർത്തും, അവർ നമ്മളെ സഹായിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം ആവശ്യം വരുമ്പോൾ നമ്മുടെ ആശ്രയം അവരിലാകും. അപ്പൊ പിശാച് പറയും, നീ എന്തിനാ പ്രാർത്ഥിക്കുന്ന, അവരോട് ചോദിച്ചാൽ പോരെ, ആ വ്യക്തി ഉണ്ടല്ലോ എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എതിർത്ത് നിന്ന് പിശാചിനോട് പറയണം, അല്ല, ഇല്ല, എനിക്ക് വേണ്ടി കരുതുന്ന
ചിന്തിക്കണം. ചില സമയത്ത് നമ്മുടെ ഈ കർത്താവിലുള്ള ആശ്രയത്തെ തെറ്റിച്ച് കളയുവാൻ ചിലർ വരും. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നമ്മളൊരു കഥ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൽക്കാനയുടെ 2 ഭാര്യമാർ അല്ല, അതിൽ ഹാന്ന എന്ന് പറയുന്ന ഈ സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ഈ സഹോദരിയെ ഫെനീന എന്ന് പറയുന്ന എൽക്കാനയുടെ 2ാമത്തെ മറ്റേ വൈഫ് എപ്പോഴും എന്നെ കുത്തിക്കൊണ്ടിരിക്കും. നിനക്കില്ലല്ലോ എനിക്കുണ്ടല്ലോ, നിനക്കില്ലല്ലോ എനിക്കുണ്ടണ്ടല്ലോ, നിനക്കില്ലല്ലോ എനിക്കുണ്ടല്ലോ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹന്ന പ്രതികരിച്ചില്ല. ഹന്ന എന്ത് ചെയ്തു? അതിന്റെ 6-ാമത്തെ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ 11-ാം വാക്യം 1 സാമുവേൽ 1 അവൾ ഒരു യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. എന്തുകൊണ്ട് യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞറിയാമോ? കാരണം ഹന്നയ്ക്കറിയാം എനിക്ക് വേണ്ടി കരുതുന്ന, തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിൽ പോയി കരയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയാൽ മതി. ആ ദൈവം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ആ ദൈവം എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി കരുതും എന്ന പൂർണ്ണമായ ഉറപ്പ് ഹന്നയ്ക്കുണ്ടായിരുന്നു. അവൻ പിശാച് എന്ത് ചെയ്യും? നമ്മളോട് പറയണം, നീ പേടിക്കണ്ടാണേ, നിനക്ക് അടുത്ത മാസം നിന്റെ കാര്യങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ, നിന്റെ കയ്യിൽ അതിനുള്ള കാര്യങ്ങൾ റിസോഴ്സസ് ഒന്നുമില്ല, നീ പേടിക്കണ്ട. ആ വ്യക്തി ഉണ്ടല്ലോ, ആ മന്ത്രി ഉണ്ടല്ലോ, ആ രാജാവ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെ കുറയ്ക്കുവാൻ ട്രൈ ചെയ്യും. അപ്പൊ നമ്മൾ പറയുന്നല്ലോ, എന്റെ ആശ്രയം ദൈവം മാത്രം. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശവും ഭൂമിയിൽ നിന്ന് വരുന്നില്ല, പർവ്വതങ്ങളിൽ നിന്ന് വരുന്നില്ല. എന്റെ സഹായം ഇതെല്ലാം ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു. പല റിസോഴ്സസ് നമുക്ക് വേണ്ടി കർത്താവ് 4 ചുറ്റത്തും ഉണ്ടാക്കുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എന്റെ സഹായം ദൈവം മാത്രം, എന്റെ എബിനെസർ ദൈവം മാത്രം. കർത്താവ് യഹോവ ഇരേ, കർത്താവ് യഹോവ നിസി, തക്ക സമയത്ത് എനിക്ക് വിജയം നൽകുന്ന ദൈവം മാത്രം. അത് പിശാചോട് എപ്പോഴും പറയണം, നോ, പലരും എനിക്ക് വേണ്ടിയുണ്ട്. എന്റെ മാതാവുണ്ട്, എന്റെ പിതാവുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, എന്റെ സഹോദരിയുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്. എല്ലാം വന്നപ്പോഴും അവരുടെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടെങ്കിലും അതിനെക്കാട്ടിലും ശ്രേഷ്ഠമായി എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ചിന്തിക്കണം, ചില സമയത്ത് ചില വിഷയങ്ങളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷെ നടന്നൊരു സംഭവം നാട്ടിൽ, ഞാൻ ഇങ്ങനൊരു ദേവദാസന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കഥ, നടന്ന സംഭവമാണ് ദേവദാസൻ ആ പ്രസംഗത്തിൽ പറയുന്നത്. ഒരു ഭവനത്തിൽ മാതാവും പിതാവും 2 കുഞ്ഞുങ്ങളും, പെൺകുഞ്ഞുങ്ങളാണ് എന്റെ വിശ്വാസം. അതിൽ ഇളയ കുഞ്ഞിന് പെട്ടെന്ന് പനി പിടിച്ചു, ഭയങ്കര ഫീവർ, ഭയങ്കര ചുമയൊക്കെ ആയി ഭയങ്കര കഷ്ടപ്പെടുന്നു. അപ്പൊ ആ ഫാദറും മദറും കൈയൊക്കെ ചേർത്ത് പ്രാർത്ഥിച്ചു, മുട്ടയെന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു വിളിച്ച് കർത്താവേ നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിന് പനി ഒട്ടും കുറയുന്നില്ല. അപ്പൊ ഇവർ തീരുമാനിച്ചു കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇവർ പറഞ്ഞൊരു സ്കൂട്ടർ, ഒരു മോനെ മുമ്പിൽ നിർത്തി, 2ാമത്തെ മോനെ നടുക്കിരുത്തി ഇവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ ഞങ്ങളുടെ കുഞ്ഞിന് 3 ദിവസമായിട്ട് പനിയാ, ശക്തമായ പനിയാ, ചുമയാന്നൊക്കെ പറയുമ്പോൾ ഈ ഡോക്ടർ ഈ പനിയുള്ള കുഞ്ഞിനെ നോക്കുന്നില്ല, മറ്റേ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മാതാപിതാക്കൾ ഡോക്ടറെ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഈ കുഞ്ഞിനാ പനി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എനിക്കറിയാം, നിങ്ങൾ പറഞ്ഞോ എന്തൊക്കെയാ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടറിന്റെ കണ്ണ് മറ്റേ കുഞ്ഞിലേക്കാണ്. ഉടനെ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മറ്റേ കുഞ്ഞിനെ കണ്ണിന് ഡോക്ടറിനെ കാണിക്കണം. അപ്പൊ പിതാവും മാതാവും കൊച്ചിന് പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എനിക്ക് കാണാൻ പറ്റും. കുഞ്ഞിന്റെ കണ്ണിന് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെ പെട്ടെന്ന് പോയി ഡോക്ടറിനെ കാണിക്കും. അങ്ങനെ കുഞ്ഞിനെ കണ്ണിന്റെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു.
ആ കാരണം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വന്നത് കറക്റ്റ് ടൈമിലാണ്. ഒരു 2 ദിവസം കൂടി താമസിച്ചായിരുന്നെങ്കിൽ ഈ കുഞ്ഞിന്റെ കാഴ്ച നഷ്ടപ്പെട്ടേനെ. അപ്പം ദൈവം മറ്റേ കുഞ്ഞിന് പനി കൊടുത്തത് എന്തിനാ അറിയാമോ? ഈ കുഞ്ഞിന്റെ കണ്ണ് രക്ഷപ്പെടുത്താം. ഹല്ലേലൂയ. ചില വഴികൾ അടയുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവേ എല്ലാം തീർന്നു എന്ന് പറയുന്നു. ദൈവത്തോട് പറയുന്നു, കാരണം കർത്താവേ അങ്ങൊരു വഴി അടച്ചാൽ വേറൊരു വഴി കർത്താവ് അങ്ങക്ക് തുറക്കുവാൻ പറ്റും. ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി കർത്താവ് എനിക്ക് വേണ്ടി തുറക്കും. എന്റെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ആശ്രയം കർത്താവിൽ മാത്രം. അത് സമയം മുമ്പോട്ട് പോകുന്നു. 8-ാം വാക്യം ഒന്ന് വായിക്കണം. നിർമ്മതനായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ അവിടെ പിശാച് ചെയ്യുന്ന 3-ാമത്തെ കാര്യം, ആദ്യത്തെ എന്തുവായിരുന്നു ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് റെസിസ്റ്റൻസ്? ടൈം. നമ്മുടെ സമയം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സമയത്തെ തെറ്റിക്കുവാൻ പിശാച് എതിർത്ത് നിൽക്കും. രണ്ടാമത് ട്രസ്റ്റ്, അവർ ട്രസ്റ്റ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം. എനിക്ക് വേണ്ടി ദൈവം എല്ലാം ചെയ്യുമെന്ന കർത്താവിന്റെ ആശ്രയത്തെ തെറ്റിക്കുവാൻ പിശാച്. മൂന്നാമത്തത്, the devil resists our attempt to discipline and organize ourselves. നമ്മൾ തന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് ഡിസിപ്ലിൻ yourself. നിങ്ങൾ തന്നെ ഒന്ന് ക്രമീകപ്പെടുത്തുകയും ഡിസിപ്ലിൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും. കാരണം പിശാച് നമ്മുടെ എതിരാളിയായി അലർന്ന സിംഹത്തെ പോലെ നിൽക്കുന്നു, മെഴുകാൻ വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ അവിടെ എഴുതുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, അതെല്ലാം ചെയ്യാൻ പിശാച് നിൽക്കുമ്പോഴും നിനക്ക് ഒന്ന് മാത്രം മതി, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ, നിനക്ക് ഡിസിപ്ലിൻ മാത്രം മതി. എന്താ ഡിസിപ്ലിൻ? നമ്മൾ നോക്കിയ 4 കാര്യം. Submit yourselves to God. ദൈവത്തോട് അത് കീഴടങ്ങി, കർത്താവിനോട് ഡ്രോ നിയർ, കർത്താവിനോട് അടുത്ത് ചെന്ന്, കൈകൾ ശുദ്ധിയുള്ളവർ, ഹൃദയം പ്യൂരിഫൈ ആയി, ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ആ റിങ്ങിൽ നിൽക്കുമ്പോൾ കർത്താവ് എത്ര ദുഷ്ടൻ ശ്രമിച്ചാലും നമ്മളെ മെഴുകാൻ പറ്റത്തില്ല, നമ്മളെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്. ഹല്ലേലൂയ. ഒരു അത്ലീറ്റ്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ അല്ല, പല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ വ്യക്തികൾ, അതായ ആ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഡിസിപ്ലിൻ അവർക്കുണ്ടെങ്കിൽ അവര് തക്ക സമയങ്ങളിൽ അവർ ഉയർച്ച പ്രാപിക്കും. നമുക്ക് ഡിസിപ്ലിൻ വേണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. 2 തിമോത്തിയോസ് 2:5. ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരായ്മയിൽ കിരീടം പ്രാപിക്കില്ല. ഓക്കെ, അപ്പൊ അവിടെ മനസ്സിലായി, നമുക്ക് കറക്റ്റ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പിശാച് എന്തോ ചെയ്യുന്നത് അറിയാമോ? എന്തുകൊണ്ടാ ഈ ഡിസിപ്ലിന്റെ എതിരെ നമ്മൾ ആത്മീയമായ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായ ഡിസിപ്ലിൻ, എല്ലാ രീതിയിലും നമുക്ക് ഡിസിപ്ലിൻ, കുടുംബത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുമ്പോൾ പിശാച് അതിനെ എതിർക്കാനുള്ള കാരണം, പിശാചിനറിയാം ഇവരിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എന്റെ എതിരെ നിൽക്കുവാൻ ഇവർക്ക് പ്രാപ്തി ഉണ്ടാകും. അവർക്ക് ഡിസിപ്ലിൻ തെറ്റിച്ചാ പോരെ, ആ ഡിസിപ്ലിൻ തെറ്റിക്കാം. അപ്പൊ എന്നോട് എതിർത്ത് നിൽക്കുവാൻ ഇവർക്ക് പറ്റത്തില്ല. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗോലിയാത്ത് പലതും ഒക്കെ അബ്യൂസീവ് ഭാഷയിലൊക്കെ സംസാരിക്കുമ്പോഴും ദാവീദ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവനങ്ങനെ ഈ ഗോലിയാത്തിന് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഡിസിപ്ലിൻ, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി, കർത്താവിൽ ആശ്രയിച്ചൊക്കെ ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ഗോലിയാത്തിനോട് ഒന്ന് മാത്രം പറഞ്ഞു, നിന്നെ തോൽപ്പിക്കുവാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷെ ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്, ദൈവം തന്നെ പ്രവർത്തിക്കും. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പിശാച് നമ്മുടെ ഡിസിപ്ലിനെ എത്ര തകർക്കുവാൻ നോക്കിയാലും, നമ്മൾ ഇന്നത് കേട്ടതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, അല്പം കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, അല്പം കൂടെ ഒന്ന് ഒരുങ്ങണം, അല്പം കൂടെ ഒന്ന് ദൈവവചനം പഠിക്കണം, അല്പം കൂടെ കർത്താവിനോട് അടുക്കണം, അല്പം കൂടെ ഒന്ന് താഴ്ന്നു നിൽക്കണം, അല്പം കൂടെ കൈകൾ ശുദ്ധി പ്രാപിക്കണം, ഹൃദയം ശുദ്ധി പ്രാപിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ കൂടിക്കൊണ്ടുവരും. ആ ഡിസിപ്ലിൻ കൂടുമ്പോൾ പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ നമുക്ക് പറ്റും.